എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം സുധാകരൻ മാഷ് വിശ്വത്തിന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണ്. കറണ്ട് ബില്ല് അടച്ചിട്ടില്ലെന്നുള്ള കാര്യം. അങ്ങനെ കറണ്ട് ബില്ല് അടയ്ക്കാതെയാണ് ഇന്നലെ കറണ്ട് പോയത്, ഫ്യൂസ് ഊരിക്കൊണ്ട് പോയതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മാഷിനെ സഹിക്കുമോ. മാഷ് വിശ്വത്തിന് കർണം അടിച്ച് പൊട്ടിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വിഷമം ശ്രീജയ്ക്കായിരുന്നു. കാരണം ഇതൊക്കെ കണ്ടു കഴിയുമ്പം ശ്രീജയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം ഭർത്താവിനെ അച്ഛൻ തല്ലുന്നുണ്ട് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. എതിർത്ത് ഒരക്ഷരം പോലും സംസാരിക്കാൻ പറ്റില്ല. കാരണം തെറ്റു മുഴുവൻ തൻ്റെ ഭർത്താവിൻ്റെ കയ്യിലാണ്. അച്ഛൻ തല്ലിയാലും കൊന്നാലും ഒരക്ഷരം പോലും മിണ്ടാൻ നിന്ന് കേൾക്കാനും അല്ലെങ്കിൽ കൊള്ളാനും മാത്രമേ പറ്റുള്ളൂ. ഈ സമയം കമൽ പറഞ്ഞു, മാഷെ വേണ്ട, അവനെ തല്ലണ്ടാന്ന് പറയണേ. നീയൊക്കെ ചേർന്നിട്ടാണ് ഈ വളമ്പിച്ചു കൊടുക്കുന്നത്. തല്ലി വളർത്തേണ്ട സമയത്ത് തല്ലി വളർത്തുമായിരുന്നെങ്കിൽ എനിക്ക് ഇന്നീ ഗതി ഉണ്ടാകത്തില്ലായിരുന്നു പറയണം. അല്ലെങ്കിലോ ഒന്നിനെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലല്ലോ. ഏത് സമയത്താണോ അത് എനിക്ക് ആ പണം കൊടുത്തു വിടാനായിട്ട് തോന്നുന്നത്. ഒരു കാര്യം ചെയ്യുക, തൽക്കാലത്തേക്ക് കറണ്ട് ബില്ലൊന്നും അടയ്ക്കണ്ട, എല്ലാവരും ഇങ്ങനെ ഇരിക്കുക, കറണ്ട് ഇല്ലാതെ എല്ലാവരും ഇരുട്ടത്തിരുന്നാൽ മതി എന്ന് പറയാണ്. ഇതും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ വേദം പോയി ശ്രീജയോട് പറഞ്ഞ്, തൽക്കാലത്തേക്ക് അച്ഛനോട് പറയണ്ട, കറണ്ട് ബില്ല് അടച്ച കാര്യമൊന്നും പറയണ്ട, അവരെ ഒന്ന് ഫ്യൂസും കാര്യങ്ങളൊക്കെ കുത്തിക്കോളും. ഇപ്പം രാവിലെ വിളിച്ച് പറഞ്ഞാൽ മതി ബില്ല് അടച്ചെന്നുള്ള കാര്യം. കുറച്ച് കഴിയുമ്പോഴത്തേനും അവർ വന്ന് ഫ്യൂസ് കുത്തിയിട്ട് പോയിക്കോളും. എന്താണെങ്കിലും കുറേ സമയം താമസിക്കും. ഇപ്പോഴെന്താളും വരാൻ വഴിയില്ല, 5 മണിക്ക് മുമ്പ് വരത്തുള്ളായിരിക്കും എന്നൊക്കെ പറയണം. ഈ സമയം ശ്രീജ വിഷമിച്ച് മുറിയിലേക്ക് കയറിപ്പോണം. ശ്രീജയ്ക്ക് സഹിക്കാൻ പറ്റിയിരുന്നുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ഇങ്ങനെ അടി കിട്ടിയിരിക്കുന്നത്. അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. പിന്നീട് വിശ്വ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് ശ്രീജ അവിടെ നിന്ന് കരയുന്ന കണ്ടേ. ആ സമയത്ത് ശ്രീജ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലേ വിശ്വേട്ടാ, വിശ്വേട്ടനോടുള്ള സത്യം കൂടെ തുറന്നു പറഞ്ഞേക്കാനാ. അങ്ങനെയായിരുന്നെങ്കിൽ അച്ഛൻ ഇത്ര ദേഷ്യം വരുവാനും ചോദിക്കുക. വെറുതെ എന്തിനാ വിശ്വേട്ടാ എല്ലാവരുടെ മുന്നേ ഇങ്ങനെ നാണം കിടുന്നേ? നാണം കിട്ട് ഞാൻ മടുത്തു, എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലെന്ന് എനിക്ക് തോന്നുവാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു, ശ്രീജ നീ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നാണം കിടുന്നതിൻ്റെ മാക്സിമം നാണം കിട്ടെന്ന് പറയണം. ഇനി ഇത് കൂടെ എന്നെ കൊണ്ട് നാണം കിടാൻ പറ്റില്ല. ഇത് കേട്ടതും വിശ്വം പറഞ്ഞു, പോട്ടെ സാരമില്ല, നീ പറയുന്ന പോലെ തന്നെ എനിക്ക് എന്തേലും ഒരു ജോലി കിട്ടട്ടെ, ഞാൻ ജോലിക്ക് പോയിക്കോളാം, ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം മാറിക്കോളും എന്ന് പറയാം. ആ പ്രതീക്ഷകളൊക്കെ എനിക്ക് പോയി വിശ്വേട്ടാ. വിശ്വേട്ടന് എത്ര അവസരങ്ങൾ ഉണ്ടായിരുന്നു. ജോലി കിട്ടിയിട്ട് അത് ഉള്ള ജോലി മൊത്തം കളഞ്ഞിട്ട് വീട്ടിൽ വന്നിരിക്കുമല്ലേ ചെയ്തേ. ഇത് കൂടുതൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. വേദ ജോലി വാങ്ങിച്ചാലെന്ന് പറഞ്ഞിട്ട് അതുപോലും വേണ്ടെന്ന് വിശ്വേട്ടൻ പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിശ്വം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവളോട് ഒന്നുകൂടെ പറ, എവിടെയായാലും എന്തേലും ജോലി കിട്ടിയാൽ ഞാൻ പോയിക്കോളാം എന്നൊക്കെ വിശ്വം അങ്ങനെ ശ്രീജയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഈ പ്രവൃത്തികളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും മിണ്ടാതെ വിക്രം മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വേദയും കൂടെ ചെന്നു. വേദ എന്നിട്ട് പറഞ്ഞു, മക്കൾ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റുമല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, എന്താ നീ അങ്ങനെ പറഞ്ഞേ? എന്നെ മാത്രം ഉദ്ദേശിച്ചാണോ പറഞ്ഞെന്ന് ചോദിക്കും. ഇവിടെ ഞാൻ മാത്രമല്ല മക്കളായിട്ടുള്ള വേറെ ഉണ്ടല്ലോ. ഇത്ര നാളും ഞാൻ മാത്രമായിരുന്നു കുറ്റങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ മേക്കിട്ടായിരുന്നു എല്ലാവരും കയറിക്കൊണ്ടിരുന്നത്. ഇപ്പം എന്താ ആർക്കും ഒന്നും പറയാനില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതെ അച്ഛൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റാരും ഉദ്ദേശിച്ച് മാത്രമല്ല പറയണേ. അച്ഛൻ ഇവിടെ കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അച്ഛന് വിഷമം ബാക്കി 2 മക്കളും തലതിരിഞ്ഞ് പോയതുകൊണ്ടല്ല. അച്ഛന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരാളായിരുന്നു. അതാരായിരുന്നു അറിയാവോ? വിക്രം തന്നെയാന്ന് പറയണേ. കഴിഞ്ഞ ദിവസം തന്നെ ഒപ്പം പഠിച്ച കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവരൊക്കെ നല്ല നിലയിലാണ്. അച്ഛൻ പഠിപ്പിച്ചവരെല്ലാവരും നല്ല കളക്ടറായി അങ്ങനെയൊക്കെ നല്ല ജോലികളിലൊക്കെ എത്തിപ്പെട്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ അതിനേക്കാളും നന്നായിട്ട് പഠിക്കുന്നത് വിക്രം ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഓരോരുത്തരുടെ ചോദ്യത്തിന് മുന്നിൽ അച്ഛൻ നാണം കെട്ട് തലയൊടിഞ്ഞ് നിൽക്കുക. ഗുണ്ടയാന്ന് പറയുമ്പോഴുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതത്ര നല്ല കാര്യമെന്ന് വിക്രത്തിന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുന്നത്. ഇത് കേട്ടം വിക്രം പറഞ്ഞു, അതെ എൻ്റെ തലയിലേക്ക് അങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറയാം. വിക്രത്തിനെ മാത്രം ഞാൻ കുറ്റം പറയുള്ളൂ ഈ കാര്യത്തിൽ. ബാക്കി ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനോ നന്നാവണം എന്ന് അവനോ തന്നെ തീരുമാനിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ പ്രായമായ അച്ഛൻ ഇപ്പോഴും ഈ സമയത്തും വീടിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുക. വീട്ടിൽ അടുപ്പ് പോകുകയാണെങ്കിൽ അച്ഛൻ ഇപ്പോഴും പോയി അരി വാങ്ങിച്ചുകൊണ്ട് വരണം, അല്ലെങ്കിൽ ഒറ്റ മക്കളെങ്കിലും പോവാം. വിശ്വേട്ടൻ പോകത്തില്ല. വിശ്വേട്ടനെ കൊണ്ട് ഉപകാരമില്ല ഉപദ്രവമില്ല, ഫുഡ് മാത്രം കൊടുത്താൽ മതി. പിന്നെങ്കിൽ വിനായകൻ ചേട്ടനാണെങ്കിൽ സ്വന്തം കാര്യം സിന്താബാന്ന് പറയാം. പിന്നെ ഉള്ള വിക്രമാണ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കൃത്യസമയത്ത് ഫുഡ് കഴിക്കാൻ മാത്രം ചെല്ലും. ഇത് കേട്ടോ വിക്രം പറഞ്ഞു, ഞാനതിന് കൃത്യമായിട്ട് അമ്മയുടെ പണം കൊണ്ടേ കൊടുക്കുന്നുണ്ടല്ലോ, അത് വാങ്ങിച്ച് അച്ഛൻ ഫുഡ് ഉണ്ടാക്കൂല്ലേ. നല്ല കഥയായിപ്പോയി. അച്ഛൻ എപ്പോഴും പറയുന്നത് എന്താണെന്നറിയാവോ? ഗുണ്ടാപ്പണി ചെയ്തിട്ട് കിട്ടുന്ന പണമൊന്നും വേണ്ടെന്ന്. വിക്രം ഇനിയും നന്നാവേണ്ട നല്ല സമയമുണ്ട്.
സ്വന്തമായിട്ട് നല്ലൊരു ജോലി തേടി കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്നൊരു ജോലി ചെയ്ത് ശമ്പളം കൊണ്ട് വീട്ടിൽ കൊടുത്തു വെക്ക്. ആ സമയത്ത് അച്ഛനത് മേടിക്കുമല്ലോന്നറിയാം. അല്ലാതെ ഗുണ്ടാപ്പണി കിട്ടുന്നേ പൈസ കൊണ്ട് അരി മേടിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനത് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അച്ഛനൊന്നും വലിയൊരു മാഷല്ലേ, എത്രയോ കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുത്ത മാഷല്ലേ. അപ്പം ആ മാഷിൻ്റെ മോൻ ഇങ്ങനെ തലതിരിഞ്ഞ് പോയെന്നറിഞ്ഞ് ഇപ്പം നാട്ടുകാരൊക്കെ പറയുമ്പോൾ മാഷിന് എത്രമാത്രം വിഷമമുണ്ടാന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വിശ്വേട്ടൻ്റെ കാര്യത്തിലൊന്നും സങ്കടമില്ല. കാരണം വിശ്വേട്ടൻ പുറത്തേക്ക് അങ്ങനെ പോലും ഇറങ്ങുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, ഈ വീടിന് പുറത്ത് എപ്പോഴും ഇറങ്ങുന്ന വിക്രമാണ്. വിക്രത്തിന് ആൾക്കാർ കാണുന്നുണ്ട്. ഓരോ പ്രവൃത്തികളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് ആൾക്കാരൊക്കെ ചോദിക്കുകയും ചെയ്യത്തില്ലേ, എന്തൊക്കെ നാണക്കേടാ അച്ഛന് വിക്രം കാരണം ഉണ്ടായേക്കുന്നേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, മനുഷ്യൻ നാശം പിടിക്കാനായിട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു പറയണം. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഇറങ്ങിപ്പോകാനായിട്ട് എളുപ്പമാണ് വിക്രം. പക്ഷേ നിങ്ങളൊരു കാര്യം വിചാരിക്കണം, ഇനിയെങ്കിലും നിങ്ങൾ അച്ഛൻ്റെ സങ്കടം മനസ്സിലാക്കണം. നിങ്ങളെ ഓർത്ത് മാത്രം അച്ഛന് ഏറ്റവും കൂടുതൽ വിഷമമുള്ളത്. ഈ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്നത് നിങ്ങളിലായിരുന്നു. ആ പ്രതീക്ഷയെ നിങ്ങൾ തകിടം മറിച്ച് കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നല്ല വിധം കൂടെ ഉപദേശിക്കുകയാണ്. പിന്നീട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മോട്ടർ അടിക്കാൻ പറ്റിയില്ല. കാരണം കറണ്ട് ഇല്ലാതെ വന്നപ്പോഴത്തേനും വെള്ളം തീർന്നുപോയി. വെള്ളം തീർന്നു എന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി എന്ത് ചെയ്യുവാണ്, വെള്ളം കോരാനങ്ങ് പോവാണ്. അപ്പം നന്ദിനി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും വെള്ളം കോരിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മൊത്തം നിന്ന് കോരേണ്ടി വരും. കാരണം ബാത്റൂമിലേക്കൊക്കെ ആണെങ്കിലും വെള്ളം കോരിക്കൊണ്ട് പോകേണ്ടി വരും. ബാത്റൂമിൽ പോകും താനും എന്ത് ചെയ്യണം, വെള്ളമാണെങ്കിൽ കോരിക്കൊണ്ട് പോകാൻ മടിയാണ് താനും. കിണറ്റിൽ നിന്ന് വലിച്ചു വരാൻ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പം നന്ദിനി നോക്കി കഴിഞ്ഞപ്പോൾ എന്തേലും ഒരു സൂത്രബുദ്ധി പ്രയോഗിച്ചാൽ മതിയാവുള്ളൂ. ഈ സമയത്ത് നന്ദിനി എന്ത് ചെയ്യുവാണ്, നേരെ വിനായൻ്റെ ഇടയിലേക്ക് ചെല്ലുവാണ്. വിനായൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, വിനയേട്ടാ വെള്ളമില്ലാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിനയൻ പറഞ്ഞു, വെള്ളമില്ലെങ്കിൽ വെള്ളം കോരണം. ഒരു കാര്യം ചെയ്യാം, വിനയേട്ടൻ കുറച്ച് വെള്ളം കോരിത്തരാൻ പറയണം. ഞാനോ, എന്നെക്കൊണ്ടും പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദിനി പറഞ്ഞു, പിന്നെ ആരാ കോരണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട വിനയൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ ആരെ കൊണ്ട് ഇത് കോരിക്കാന്ന് പറയണം. ആര് കോരുമെന്നാ പറയണേ, നീ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു അടവ് അങ്ങോട്ട് പ്രയോഗിക്കാന്ന് പറയണം. നീ വെള്ളം കോരുന്നത് കിണറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് അവിടെ ഇച്ചിരി വെള്ളം കോരിട്ട് നീ അവിടെ ഇങ്ങനെ തെന്നി വീണെന്ന് പറ. വീണേ പിന്നെ നിനക്ക് വെള്ളം കോരണ്ടല്ലോ, നിനക്ക് നടുവിന് വേന എന്ന് പറഞ്ഞാൽ മതി. പിന്നെ നിന്നെ കൊണ്ട് ആരും വെള്ളം കോരിക്കില്ല. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്ന് ചോദിക്കാം. അത് കൊള്ളാം, നല്ല ഐഡിയ എന്ന് പറയണം. പിന്നീട് നന്ദിനി നേരെ കിണറ്റുകരയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് വെള്ളം കോരുന്ന പോലെ അഭിനയിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ആരും ഇല്ലായിരുന്നു. പിന്നീട് എൻ്റെ അയ്യോ വിനയേട്ട ഓടി വരാനും പറഞ്ഞ് അവിടെ കിടന്ന് അലറിക്കരയാണ്. അപ്പോഴത്തേനും വിനയൻ അങ്ങോട്ട് ഓടി വന്നു. എന്താ നന്ദിനി എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കണം. ആ ഒച്ചപ്പാടും വെള്ളം കേട്ടോണ്ട് അകത്തുനിന്ന് വേദയും കമല എല്ലാവരും കൂടെ ഇറങ്ങി വന്ന്, അയ്യോ എന്ത് പറ്റി, ഞാനിവിടെ വീണെന്ന് പറയണം. എഴുന്നേക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് വിനയം പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഈ സമയം കമല വന്നിട്ട് ചോദിച്ചു, അയ്യോ മോളെ എന്തായാലും പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് തൂക്കാനും തുടയ്ക്കാനും ഒക്കെ തുടങ്ങി. കുഴപ്പമില്ലമ്മ, നടുവിന് നല്ല വേദനയുണ്ടെന്ന് പറയണം. ഇപ്പം എന്തിനാ മോൾ ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് ചോദിക്കുക. ഞാൻ വെള്ളം കോരാൻ ഇറങ്ങിയതാ, വെള്ളമില്ലാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനയം പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, ഞാൻ കുറച്ച് നടുവിന് കുറച്ച് കുഴമ്പിട്ട് തരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയത്ത് കമല പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ, മോട്ടർ ഇടണമെങ്കിൽ കറണ്ടും ഇല്ല വെള്ളമില്ലല്ലോ എന്ന് വേദയോട് പറയണം. വേദ പറഞ്ഞു, അത് ശരിയാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനായിട്ടാ, ഒരു കാര്യം ചെയ്യാം, വെള്ളം കോരാന്ന് പറയാം ഞാൻ. അതിന് മോൾക്ക് വെള്ളം കോരാൻ അങ്ങനെ അറിയാമെന്ന് ചോദിക്കും. കുറച്ച് വെള്ളം അത്യാവശ്യത്തിന് കോരാന്ന് പറയാണ്. പിന്നെയാണ് വേദ ഓർത്തെ, വിക്രം മുറിയിലുണ്ട്, വിക്രത്തിനെ കൂടെ വെള്ളം കോരിച്ചാലോ. പിന്നീട് കമലയോട് ഒരു കാര്യം ചെയ്യുക, അമ്മ വിക്രത്തിനെ വിളിക്കുക, വിക്രത്തിനോട് വെള്ളം കോരി തരാൻ പറ, അവൻ കോരി തരുമെന്ന് തോന്നുന്നുണ്ടോ മോൾക്ക്. ഞാൻ ചെന്ന് പറഞ്ഞു നോക്കാന്ന് പറയണേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കാം, അമ്മ പറഞ്ഞാൽ മതി എന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യുവാണ്, വിക്രത്തിനെ പോയി വേദ വിളിച്ചുകൊണ്ട് വരികയാണ്. വേദ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, അതെ അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറയാം. എന്തിന്, അതൊന്നും അറിയത്തില്ല, പോയി ചോദിച്ചു നോക്കാൻ പറയണം. അങ്ങനെ വിക്രം അങ്ങോട്ടേക്ക് വന്നു. വിക്രം വന്നു കഴിഞ്ഞപ്പോഴത്തേനും കമല പറഞ്ഞു, എടാ മോനെ നീ കുറച്ച് വെള്ളം കോരി തരാൻ പറയണം, എന്നെക്കൊണ്ട് വയ്യ, എനിക്ക് നടുവിനൊക്കെ നല്ല വേദനയുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, അതിന് വെള്ളം എന്തിനാ കോരുന്നേ, മോട്ടർ ഇട്ടാൽ പോരെന്ന് നിൽക്കും. എടാ അതിന് മോട്ടർ ഇടാൻ കറണ്ട് ഉണ്ടോ, കറണ്ട് ബില്ല് അടയ്ക്കാത്തതുകൊണ്ട് ഫ്യൂസ് ഉരുക്കൊണ്ട് പോയില്ലെന്ന് നിൽക്കും. ഓ അത് ശരിയാണല്ലോ, ഇനിയിപ്പോൾ കറണ്ട് വരണമെങ്കിൽ വൈകുന്നേരം ആവും, ഫ്യൂസ് അവർ കൊണ്ട് കുത്തണമെങ്കിൽ, അതുവരെ വെള്ളമില്ലാതിരിക്കാൻ പറ്റുന്ന കാര്യമാണോ, നീ കുറച്ച് വെള്ളം കോരാൻ പറയണം. അവസാനം വിക്രം ശരിയെന്നൊക്കെ പറയണം. ഈ സമയം വേദ നേരെ ശ്രീജയുടെ അരിയിലേക്ക് ഇല്ലുകയാണ്. ശ്രീജയോട് വന്നിട്ട് പറഞ്ഞു, അതെ ശ്രീജയെടുത്തി, വിക്രം അവിടെ വെള്ളം കോരുന്നുണ്ട്, ഒരു പണി കൊടുക്കാൻ പറ്റിയ സമയം, നന്നായിട്ട് ഒരു പണി കൊടുക്കാൻ പോകുന്നതാണ്. എന്ത്, ഉള്ള പാത്രം എല്ലാം ഇങ്ങോട്ട് എടുത്തോളാൻ പറയാണ്. അങ്ങനെ വിക്രത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ട് പാത്രം അങ്ങ് നിരത്തുവാണ്. ആദ്യം 2 പാത്രം, പിന്നെ 3 പാത്രം, അകത്തുള്ള ഫുൾ പാത്രം കലങ്ങളും ബക്കറ്റും എല്ലാം എടുത്തുകൊണ്ട് വന്നു. വിക്രം വെള്ളം കോരി നടുപൊടിയാണ്. അവസാനം വിക്രത്തിന് ദേഷ്യമായിപ്പോയി. ഈ സമയം വേദ പറഞ്ഞു, കോരിക്കോ നന്നായിട്ട് കോരിക്കോളാൻ പറയാണ്. ഇത് കണ്ടുകൊണ്ട് കമല എവിടെ ചിരിക്കുകയാണ്. കാരണം കമലയ്ക്ക് മനസ്സിലായി വിക്രത്തിനിട്ട് പണി കൊടുത്താന്നുള്ള കാര്യം വേദ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.